മെയ് 1 സാർവദേശീയ തൊഴിലാളി ദിനാചരണത്തിന്റെ ഭാഗമായാണ് പട്ടാമ്പിയിൽ തൊഴിലാളി സംഗമം നടന്നത്. ഇത്തവണ റാലി ഒഴിവാക്കിക്കൊണ്ടാണ് സംഗമം സംഘടിപ്പിച്ചത്. CITU പട്ടാമ്പി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേലെ പട്ടാമ്പി രാജൻ സ്മാരകത്തിൽ നടന്ന തൊഴിലാളി സംഗമം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. തുടക്കത്തിൽ തന്നെ ഒരു കൊല്ലം 5 കോടി രൂപ ഇന്ത്യൻ ഉറപ്പിക്കുക ശമ്പളം കിട്ടുന്നവർ ഇവരേത് പട്ടികപ്പെടുത്തു. അതുകൊണ്ട് ഇനി വർഗസമരം പറയുന്നതിന് എന്താ അർത്ഥം? മാർക്സിന്റെ ഏകദേശത്തിന്റെ സിദ്ധാന്തം അപ്രസക്തമായില്ലേ? ഈ ഉദാഹരണം വെച്ച് ചോദിക്കുന്നവരുണ്ട്. അവരോട് നമ്മൾ തിരിച്ചു ചോദിക്കണം, എന്തിനാണ് ഒരു കൊല്ലം 5 കോടി രൂപ ഈ സിലിക്കോൺ വാലിയിലെ ഒരു കോർപ്പറേറ്റ് സ്ഥാപനം ഈ 21 വയസ്സുള്ള പെൺകുട്ടിക്ക് കൊടുക്കുന്നത്? ആ പെൺകുട്ടി സ്വന്തം ബുദ്ധിയിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ഉൽപ്പന്നങ്ങൾ ഒരു കൊല്ലം 500 കോടി രൂപയ്ക്കാണ് ആ കമ്പനി വിൽക്കുന്നത്. ഈ പെൺകുട്ടിയുടെ തലച്ചോറ, പെൺകുട്ടിയുടെ പ്രതിഭയിൽ നിന്ന് വികസിപ്പിച്ചെടുക്കുന്ന സോഫ്റ്റ്വെയർ ഉൽപ്പന്നം ആ കമ്പനി ഒരു കൊല്ലം 500 കോടി രൂപയ്ക്ക് വിൽക്കുന്നു. 5 കോടി രൂപ ഈ പെൺകുട്ടിക്ക് കൊടുക്കുന്നു. ബാക്കി 495 കോടി രൂപ ഈ പെൺകുട്ടിയുടെ സ്വന്തം പ്രതിഭയിൽ നിന്ന് ആ പെൺകുട്ടി വികസിപ്പിച്ച ഉൽപ്പന്നത്തിന്റെ പ്രതിഫലമായി കമ്പനി എടുക്കുന്നു. ഇതിനെയാണ് മാർക്സും ഏംഗൽസും ചൂഷണം, എക്സ്പ്ലോയിറ്റേഷൻ എന്ന് വിശേഷിപ്പിച്ചത്. ഈ ചൂഷണം നിലനിൽക്കുന്നിടത്തോളം കാലം വർഗസമരം തുടർന്നുകൊണ്ടേയിരിക്കും. എത്ര കോടി ശമ്പളം കിട്ടുന്നു, എത്ര വലിയ വീടുകളിൽ താമസിക്കുന്നു, എത്ര വലിയ കാറുകൾ ലഭിക്കുന്നു, എത്ര മനോഹരമാവുന്നു നമ്മുടെ ജീവിതം എന്നുള്ളതല്ല പ്രശ്നം. മനുഷ്യന്റെ അധ്വാനത്തെ ചൂഷണം ചെയ്ത് മൂലധനം തടിച്ചു കൊടുക്കുന്ന സമ്പ്രദായത്തെയാണ് ചൂഷക വ്യവസ്ഥ എന്ന് നമ്മൾ വിളിക്കുന്നത്. CITU ഡിവിഷൻ പ്രസിഡന്റ് AV സുരേഷ് അധ്യക്ഷത വഹിച്ചു. NP വിനയകുമാർ, M ശങ്കരൻകുട്ടി, TV ഗിരീഷ്, M രാമചന്ദ്രൻ, T ഷാജി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പിക്ക് പത്തരമാറ്റു സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം Osra Gold and Diamonds, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി.